യെശയ്യാവ് 40:30. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ബാല്യക്കാർ എന്നും യൗവനക്കാർ എന്നും പറയുമ്പോൾ ശാരീരികവും മാനസികവുമൊക്കെയായി നല്ല ഊർജ്ജസ്വലത ഉള്ള സമയമാണ്. എന്തു ചെയ്യാനും എന്തു നേരിടാനും തൻ്റെ ഇടവും ധൈര്യവും ഒക്കെയുള്ള സമയം. എന്നാൽ അങ്ങനെയുള്ളവരും ക്ഷീണിക്കുന്ന സമയം വരുമെന്ന് വചനം പറയുന്നു. ഈ കാലഘട്ടത്തിൽ അനേകം യൗവനക്കാർ തളരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായി നാം കാണുന്നു. എന്നാൽ 29-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, യേശു കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു എന്ന്. ഈ ഭൂമിയിലുള്ളത് എന്തൊക്കെ നമ്മെ ക്ഷീണിപ്പിച്ചാലും ബലഹീനമാക്കിയാലും നമ്മെ ശക്തീകരിക്കുന്ന ഒന്നുണ്ട്, പരിശുദ്ധാത്മാവ്. പലരും തളർന്നു വീഴുന്നിടത്ത് നമ്മെ ശക്തിയോടെ തലയെടുപ്പോടെ നിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. 31-ാം വാക്യത്തിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്നെഴുതിയിരിക്കുന്നു. കാറ്റ് എത്ര പ്രതികൂലമാണെങ്കിലും കഴുകൻ ആ കാറ്റ് തൻ്റെ ഉയരത്തിലേക്കുള്ള പറക്കലിന് ഉപയോഗിക്കുന്നു. അല്ലാതെ പ്രതികൂലക്കാറ്റ് കണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല. ആ പ്രതികൂലത്തെ തൻ്റെ ചിറകുകൾക്ക് ശക്തിയാക്കി തീർത്ത് അത് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുന്നു. അപ്പോഴാണ് വാർദ്ധക്യത്തിലുള്ളവർ ആണെങ്കിൽ പോലും കാത്തിരുന്ന് പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറന്നുയരുന്നത്. ഒന്നിനും അവരെ തടയുവാനോ തോൽപ്പിക്കുവാനോ സാധ്യമേ അല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1:4 യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ കാത്തിരിക്കുകയും പ്രാപിക്കുകയും ചെയ്തു. ലോകം ക്ഷീണിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു, ബലം പ്രാപിക്കുന്നു. ക്ഷീണിപ്പിക്കുവാൻ നോക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ തോൽപ്പിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളിൽ നാം ബലത്തെയോ ശക്തിയെയോ ബുദ്ധിയെയോ ഒന്നും ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം വീണു പോകുന്നതിന് പകരം കൂടുതൽ ശക്തി ആർജിക്കുന്നവരായി മാറും. മരുഭൂമിയിൽ പച്ചിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ, തീയിൽ വാടാതെ നിൽക്കുന്ന ഒരു പുഷ്പം പോലെ നമുക്ക് ആയിത്തീരുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രതിസന്ധികളെ നോക്കാതെ ദൈവത്തെ നോക്കാം, ശക്തി ആർജിക്കുന്നവരായി മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയെ കാത്തിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.